സൂറത്തു ത്വാഹയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى وكذلك نجزي من أسرف ولم يؤمن بآيات ربه ولعذاب الآخرة أشد وأبقى سورة طه ومن أعرض عن ذكري يندسمرنയിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞവൻ അവൻ ദിക്റിന് സ്വലാത്തിനൊന്നും വരില്ല, ഗാനം വേളക്കും റെഡിയാ, അവല് സസ്പെൻഡാവും. എന്റെ സ്മരണയിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞവൻ ഏറ്റവും അവന്റെ ജീവിതം സങ്കുചിതമായിരിക്കും. ആലോചിച്ച് നോക്കി, ഈ ഫുൾ ടൈം എന്റർടൈൻമെന്റ് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വെറും മ്യൂസിക്കും പാട്ടും ഡാൻസും ഇതേ വേണ്ടു വിചാരിക്കുന്നവർക്ക് സന്തോഷം ഉണ്ടാവുന്നു. അല്ലാഹ് പറയാം, ജീവിതം സങ്കുചിതായിരിക്കുന്നു. അവിടെ ഖൽബിന് പ്രയാസങ്ങൾ തീരൂല, അവരുടെ ബുദ്ധിമുട്ടുകൾ അവസാനിക്കണില്ല. എന്തേ? അള്ളാഹു റൂഹിന് കൊടുക്കുന്ന ഊർജം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ. റൂഹിന് ഭക്ഷണം കിട്ടുന്നില്ല, പിന്നെ അവന്റെ ജീവിതം വൻക ഇടുങ്ങിയതാണ്. ദുന്യാവിൽ അങ്ങനെയാ ഒരു ശിക്ഷ അതാണ്. പരലോകത്തേക്ക് വരുമ്പോൾ രണ്ട് കണ്ണും വർക്ക് ചെയ്യുന്നില്ല, കണ്ണില്ല, ബ്ലൈൻഡ്. അവൻ ചോദിക്കും, റബ്ബി, എന്റെ പടച്ചോനെ. അവന് ബോധ്യപ്പെട്ടു, പടച്ചോൻ വിളിച്ചിട്ട് ഞാൻ എഴുന്നേൽക്കുകയാണിപ്പോ. എനിക്ക് ദുന്യാവിൽ രണ്ട് കണ്ണുകൾ ഉണ്ടായിരുന്നല്ലോ, എന്തേ പടച്ചവനെ എന്റെ കാഴ്ച നീ എടുത്തു കളഞ്ഞത്? മനുഷ്യൻ ചോദിക്കും, എന്തേ എന്റെ കാഴ്ച പോയത് ഡോക്ടറെ? ചോദിക്കൂലേ, ഡോക്ടറെ വിശ്വസിക്കുകയാണെങ്കിൽ എന്റെ കണ്ണ് ശരിക്കും വർക്ക് ചെയ്തിരുന്ന കണ്ണാണല്ലോ, നിങ്ങൾ ആ സൂചി വെച്ചതിന് ശേഷം എന്റെ കണ്ണ് വർക്ക് ചെയ്യണില്ലല്ലോ. ജീവിതകാലം മുഴുവൻ ഡോക്ടറോട് പകണ്ടാവൂലേ ഈ മനുഷ്യന്? റബ്ബിനോട് ചോദിക്കുന്ന, എന്തേ പടച്ചോനെ എനിക്ക് ദുന്യാവിൽ രണ്ട് കണ്ണു തന്ന് ഇപ്പൊ എന്തേ നീ കണ്ണെടുത്ത് കളഞ്ഞത്? അല്ലാഹുവിന്റെ മറുപടി, അതങ്ങനെ തന്നെയാണ്. എന്റെ ദൃഷ്ടാന്തങ്ങൾ നിന്റെ മുമ്പിലേക്ക് വന്നപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കാനും ഖുർആൻ എന്താണെന്ന് ബോധ്യപ്പെടാനും എന്തിനാ ഭൂമിയിലേക്ക് വന്നതെന്നറിയാനും വിവരം നിനക്ക് അള്ളാഹു തന്നുവല്ലോ. പലരിലൂടെ, ഖുർആനിലൂടെ, ഹദീസിലൂടെ, ഉലമായിലൂടെ, പണ്ഡിതന്മാരിലൂടെ ഒക്കെ നീ കിട്ടിയില്ലേ? ഫനസീതഹ, നീ അതങ്ങ് മറന്നല്ലേ. പക്ഷെ നിനക്ക് ഗാനമേള നല്ല ഓർമ്മ ഉണ്ടായിരുന്നു, അത് നീ കൃത്യമായിട്ട് പോയി. ആ ക്ലാസ്, ഖുർആൻ ക്ലാസും ഹദീസ് ക്ലാസും ദിക്റും അതൊക്കെ അതൊന്നും ഓർമ്മല്ല. നീ മറന്നല്ലേ? അള്ളാഹു ചോദിക്കുന്ന നോക്കണം, നീ അത് മറന്നു, ബാക്കിയൊന്നും നീ മറന്നിട്ടില്ലല്ലോ. ഇന്ന് നിന്നെ മറപ്പിക്കപ്പെടുകയാണ്. നിന്നെ ഞങ്ങളും ഇന്ന് മറന്നിരിക്കുകയാണ്. എനിക്ക് കണ്ണു തരാൻ മറന്നു, അല്ല മറന്നതല്ല, നീ എന്നെ മറന്നില്ലേ? അതുകൊണ്ട് ഇന്ന് നിന്നെ മറക്കപ്പെടുകയാണ്, നിന്നെ ഞങ്ങൾ മറന്നിരിക്കുകയാണ്. قال ربي لم حشرتني أعمى وقد كنت بصيرا. അല്ലാഹു തആല കണ്ണുകളും പ്രകാശമുള്ള കാഴ്ചയുള്ള കണ്ണുകളുമായി മരലോകത്തേക്ക് വരാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. എന്റെ വിളിയാണെന്ന് അവിടെ നടക്കണില്ലേ, നീ എന്തുകൊണ്ട് അങ്ങോട്ട് ചെന്നില്ല? അല്ലാഹുവിന്റെ ചോദ്യമാണ്. നിങ്ങളെ ഗൗരവല്ലേ? അക്രമകാരിയെ, അക്രമം ചെയ്ത മനുഷ്യർക്ക് വേറെ അടയാളമുണ്ട്. ദുൽമ ചെയ്തവർക്ക് ഏതൊരു മനുഷ്യനും 10 ഒരു ഇൻചാർജ്, ഒരാളെ സൂപ്പർവൈസറാക്കി 10 നോക്കലാ അവന്റെ ഡ്യൂട്ടി. അല്ലെങ്കിൽ 10 മെമ്പർമാരുള്ള ഒരു പാർട്ടിയാണ്. അങ്ങനെയൊക്കെണ്ടല്ലോ, ഏത് പാർട്ടിക്കും ചിന്താബാദ് എംബ്ലം ഒക്കെ ഉണ്ടായ 10 ഉണ്ടാവുള്ളൂ മെമ്പർമാര്. പ്രസിഡന്റ്, സെക്രട്ടറി, രാജ്യം കഴിച്ചാൽ ബാക്കി 7 ആയിക്കോട്ടെ. ഇത്ര ആളെ അവൻ ഏൽപ്പിച്ചിട്ടുള്ളൂ എങ്കിൽ നാളെ പരലോകത്തേക്ക് വരുമ്പോ എല്ലാ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളുകളും കൈ കൂട്ടിപ്പിടിച്ചിട്ടാണ്, ചങ്കിലേക്ക് കെട്ടിപ്പിടിച്ചിട്ടാണ് വരിക. ഇതങ്ങോട്ട് അഴിയണമെങ്കിൽ നന്മ ചെയ്തവരുടെ കൈയെ അഴിയൂ. സൂപ്പർവൈസറായിട്ട് എനിക്ക് പ്രമോഷൻ കിട്ടട്ടെ, എന്നിട്ട് നിനക്ക് കാണിച്ചു തരാ. അങ്ങനത്തെ ഓരൊക്കെ വരുന്നത് ഇങ്ങനെയാണ്.
എന്തേ നീ ദുൽമ് ചെയ്തില്ലേ? 10 ആളുടെ അമീറല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഈ ഇലക്ഷന്റെ വിഷയത്തിലൊക്കെ ഭയങ്കര ഗൗരവം പറയാൻ കാരണം. അതൊരു ഉത്തരവാദിത്തമാണ്. എന്താ നാട്ടിലൊക്കെ ഒച്ചപ്പാടുന്ന ഇലക്ഷന്റെ ന്യൂസ് കാണുന്നില്ലേ, അറിയുന്നില്ലേ? എന്താ നമുക്ക് വേണം, നമുക്ക് വേണം. ഇത് വേണ്ടാന്ന് പറയാനാ മുസ്ലിമിനെ പഠിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഏൽപ്പിക്കപ്പെടുകയാണെങ്കിൽ നീ ഏറ്റെടുത്തോ, നീ എനിക്ക് വേണമെന്ന് പറയാൻ പാടില്ല. അധികാരത്തിന്റെ വിഷയം അതാ. ഇലക്ഷൻ നടന്നോക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഏത് സംഘടനയുടെയോ പ്രസ്ഥാനത്തിന്റെയോ ഇലക്ഷൻ നടന്നു, എന്താ അതുവരെ കാണാത്ത ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാവും. എങ്ങാനും എന്നെ നോമിനേറ്റ് ചെയ്താൽ ഞാൻ അവിടെ വേണ്ടേ? ആയിക്കോട്ടെ, നീ അത് ചോദിച്ചു വാങ്ങിച്ചോ, അള്ളാഹു നിന്നെ അത് ഏൽപ്പിക്കുന്ന, പിന്നെ നീ അതുകൊണ്ട് കുടുങ്ങുന്നു. സുബ്ഹാനല്ലാഹ്, നിന്നെ ഏൽപ്പിക്കപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ ഭാഗത്ത് സഹായം ഉണ്ടാവും. അങ്ങനെ വേണം, നമ്മൾ ചോദിച്ചു വാങ്ങരുതെന്ന. ആരെന്നെ ആക്കിക്കോ എന്ന് പറയരുത്, അല്ലേ? സുബ്ഹാനല്ലാഹ്. أولها ملامة وأوسطها ندامة وآخرها خزي يوم القيامة. അധികാരം എന്ന് പറയുന്നത് അതിന്റെ തുടക്കം മലാമ, ആക്ഷേപമാണ്. ഏതെങ്കിലും ഒരു കമ്മിറ്റിക്കാര് പിരിച്ചുവിടുമ്പോണ്ടോ മദഹ് ചെയ്തിട്ട് പിരിച്ചുവിടല്? മൂപ്പര് 10 റുപ്യ അവിടെ കട്ടില്ലേ, മൂപ്പര് പെരപ്പണി തീർത്തതുകൊണ്ടല്ലേ. ഇത് മനുഷ്യന്മാരും, അത് പള്ളി കമ്മിറ്റിക്കാരായാലും സ്ഥാപനത്തിൻ്റെതായാലും മദ്രസന്റേതായാലും എന്തിനും ഈ ഒരു ഡയലോഗ് പറയാതെ ആൾക്കാർക്ക് ഉറക്കം വരും. അതുകൊണ്ട് ഒരു പറയൂത്, എന്തേ കിട്ടിയത് 5 കൊല്ലം ഇരുന്നപ്പോ ഈ ചീത്ത പറച്ചിലോ, പിന്നെ CBI അന്വേഷണമോ, പിന്നെ ഇതൊക്കെയല്ലേ വരിക. ഔവലുഹാനദാമ, തുടക്കം തന്നെ സങ്കടമാണ്. മലാമ, തുടക്കം ആക്ഷേപം. അധികാരത്തെ സംബന്ധിച്ച് പറയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നാളെ പരലോകത്ത് സങ്കടം വരും. ദുന്യാവിലത് ആക്ഷേപമാണ് തുടക്കം. ഔസതുഹാ നദാമ, അതിന്റെ മധ്യത്തിലേക്ക് വന്ന സങ്കടം തോന്നും. വേണ്ടില്ലായിരുന്നു, മന്ത്രി ആവണ്ടില്ലായിരുന്നു, മെമ്പർ ആവണ്ടില്ലായിരുന്നു എന്ന് സങ്കടം തോന്നി തുടങ്ങും. പിന്നെ വആഖിറുഹാ ഖിസ്യുൻ യൗമൽ ഖിയാമ, പരലോകത്തേക്ക് വന്നാൽ അത് നിന്ദതയും നാണംകെടലുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം അഹ്മദ് തങ്ങൾ ബഹുമാനപ്പെട്ടവര് ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസ്. അപ്പോ അധികാരം ദുർവിനിയോഗം ചെയ്ത ആളുകൾ വരുന്നത് എങ്ങനെയാ? യുഅറഫുൽ മുജ്രിമൂൻ ബിസീമാഹും, അവരുടെ അടയാളം എന്താ? കൈ ഇങ്ങനെ ചങ്കിലേക്ക് പിടിച്ചു കെട്ടിയിട്ടുണ്ടാവും. അപ്പൊ മനസ്സിലാക്കാം, അതെന്തോ കമ്മിറ്റിന്റെ സെക്രട്ടറി പ്രസിഡന്റാണ് വരുന്നത്. യാ അല്ലാഹ്, എന്തെങ്കിലും ഒരു ദുൽമ ചെയ്തിട്ടുണ്ടാവും അതില്. പലിശ നിന്നവർ അക്കിലുർ റിബാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണും, വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ബഖറയിൽ, ജിന്ന് ബാധിച്ച് ഇങ്ങനെ ആടി അങ്ങോട്ട് വീഴും, ബോധം കെടും, പിന്നെ അങ്ങോട്ട് ബോധം തെളിയും. ജിന്ന് പിടിപെട്ടവനെ പോലെ, പിശാചു ബാധ ഏറ്റവനെ പോലെയാണ് പലിശ നിന്നുന്ന ആൾക്കാർ നാളെ പരലോകത്തേക്ക് വരുന്നത്. ആദനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا. الذين يأكلون الربا, പലിശ തിന്നുന്ന ആളുകൾ, പലിശയുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർ, لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس, പിശാചു ബാധ ഏൽക്കുന്ന ആള് നടക്കുന്ന പോലെയാണ് അവൻ നടക്കുന്നത്. പിശാചു ബാധേറ്റവൻ, അവന് ജിന്നു കൂടിയിട്ടുണ്ട്, അവന് ഭ്രാന്താണോലോ എന്നൊക്കെ പറഞ്ഞാൽ എന്താ വലിയ ഇസ്സത്തുള്ള വിഷയമാണോ അത്? അല്ല. അവന്റെ ഇപ്പൊ ശൈത്താൻ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പരലോകത്ത് വരുന്നത്. ذلك, എന്തേ കാരണം? ബിഅന്നഹും ഖാലൂ, അവർ പറഞ്ഞിട്ടുണ്ട്, ഇന്നമൽ ബൈഉ മിഥുലുർ റിബാ, കച്ചവടം എന്ന് പറഞ്ഞതും പലിശയും ഒരുപോലെ തന്നെയല്ലേ. ഈ പറഞ്ഞത് കൊണ്ടന്ന് കൊടുത്ത ശിക്ഷയാണെന്നാണ്. എങ്ങനെ? 10 റുപ്യന്റെ സാധനം വാങ്ങി 12 റുപ്യക്കല്ലേ നമ്മൾ വിൽക്കുന്നത്. അപ്പൊ ഞാൻ 100 റുപ്യ കൊടുത്തിട്ട് 110 കൂടെ ചോദിച്ചു വാങ്ങി, ഇത് രണ്ടും ഒന്നല്ലേ? ഈ പറഞ്ഞതിന് എന്തേ? അല്ലാഹു തആല അഹല്ലല്ലാഹു വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബാ, അല്ലാഹു കച്ചവടം അനുവദിക്കുകയും പലിശ ഹറാമാക്കുകയും ചെയ്തിട്ടുണ്ട്. പൈസക്ക് പകരം പൈസ വാങ്ങുമ്പോ, സ്വർണത്തിന് പകരം സ്വർണം വാങ്ങുമ്പോ ഏറെ ചോദിച്ചു വാങ്ങുന്നതോ ഷർത്ത് വെക്കുന്നതോ പലിശയാണ്. കച്ചവടം അങ്ങനെയല്ലല്ലോ. നിങ്ങളൊരു കമോഡിറ്റിയാ വിൽക്കുന്നത്, അതിന് ലാഭം വാങ്ങിക്കുകയാണ്. അപ്പൊ ഇത് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ചിലർ പറയും കച്ചവടം, ഇത് ജൂതന്മാർ പറഞ്ഞ വാക്കാ. ഇന്നത് സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി, അല്ലാഹുമ്മ സ്വല്ലി അലാ
سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.